പി ജെ വിൻസെന്റ് കൂടിയുണ്ട്. ശ്രീ പി ജെ വിൻസെന്റ്, ഇവിടെ ചൈനയുടെയും റഷ്യയുടെയും പ്രതികരണം നോക്കിയാൽ സൈനിക നടപടികളിൽ എല്ലാവരും ഉടൻ അവസാനിപ്പിക്കണമെന്ന് ചൈന പറയുന്നു. റഷ്യ ആയാലും ഖാംനയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു പുടിൻ എന്നതിലപ്പുറം വലിയ രീതിയിൽ ഏതെങ്കിലും ഒരു പക്ഷത്തെ കൂട്ടുപിടിച്ചോ പിന്തുണച്ചോ അല്ലെങ്കിൽ എതിർത്തോ ഇവർ രംഗത്തെത്തുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. അപ്പോൾ പക്ഷെ വരും ദിവസങ്ങളിലെങ്കിലും ഇവർക്ക് ഈ വിഷയത്തിൽ ഒരു ടേക്ക് എടുക്കേണ്ട അല്ലെങ്കിൽ നേരിട്ട് ഈ യുദ്ധമുഖത്തേക്ക് എത്തേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നു ചേരുമോ? സാധ്യത വളരെ കുറവാണ്. മാത്രവുമല്ല, റഷ്യയും ചൈനയും സംയുക്തമായി ഇടപെട്ടെങ്കിൽ മാത്രമേ അമേരിക്കയുടെയും ചില നാറ്റോ രാജ്യങ്ങളും ഇസ്രായേലും ചേർന്ന സഖ്യത്തിന്റെ ശക്തിയെ ബാലൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ചൈന പൊതുവെ ഇത്തരം സംഘർഷങ്ങളിൽ ഇതുവരെ ഇടപെട്ട ചരിത്രം അവർക്കില്ല. റഷ്യ പക്ഷേ സൈനികമായി ഇടപെടാൻ ഒരു മടിയുമുള്ള രാജ്യമല്ല. പക്ഷേ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അവർക്ക് മറ്റൊരു യുദ്ധമുഖം കൂടി തുറക്കുക എന്നത് ഏറെക്കുറെ അസാധ്യമായ കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ചില യുദ്ധം ഉടനടി അവസാനിപ്പിക്കണം എന്നൊക്കെയുള്ള പ്രസ്താവനകളും അതോടൊപ്പം അമേരിക്കയ്ക്ക് ചില ശാസനകളും ഒക്കെ നൽകുന്നതിനപ്പുറത്തേക്ക് സൈനികമായിട്ട് ഇടപെടാനുള്ള സാധ്യത കുറവാണ്. മാത്രവുമല്ല, ഇസ്രായേലുമായി ചില ബന്ധങ്ങൾ റഷ്യക്കുള്ളത് അറിയാമല്ലോ. 12 ദിന യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ ഇറാനെ സഹായിക്കുമോ എന്ന ചോദ്യത്തിന് 2 മില്യൺ 20 ലക്ഷത്തോളം റഷ്യൻ ജൂതന്മാർ ഇസ്രായേലിലുണ്ട്. അവർ റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരാണ്. അപ്പോൾ അവർക്കെതിരായിട്ട് ഞാനെങ്ങനെ യുദ്ധം ചെയ്യും, ഞാനെങ്ങനെ ആയുധം നൽകും എന്ന് പുടിൻ പറയുകയുണ്ടായി. അപ്പം അത്തരത്തിലുള്ള ഘടകങ്ങൾ അവിടെ ഉണ്ട്. റഷ്യയും ചൈനയും ഇറാനുമായി വളരെ അടുത്ത ബന്ധങ്ങളുണ്ട് എങ്കിലും അമേരിക്ക, ഇസ്രായേൽ, നാറ്റോ സഖ്യം നടത്തുന്ന ഈ ആക്രമണത്തിനെതിരെ സൈനികമായി അണിനിരക്കാനുള്ള സാധ്യത കുറവാണ്. ഇവിടെ ഇറാനെ മുട്ടുകുത്തിക്കുന്നത് വരെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ തുടരുമെന്നാണോ? മറ്റ് രാജ്യങ്ങൾ അതിനോട് ചേരാനുള്ള സാധ്യത നിലവിൽ കുറവാണ്. ഒരുപക്ഷെ സമ്മർദ്ദ തന്ത്രം എന്ന നിലയ്ക്ക് ചൈനയ്ക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിച്ചേക്കാം. കാരണം ഒത്തിരി സാമ്പത്തിക താല്പര്യങ്ങൾ ചൈനയ്ക്ക് ആ മേഖലയിലുണ്ട്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഉണ്ട്. ഇറാനിൽ നിന്ന് അവരെ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ സാമ്പത്തികമായ താല്പര്യങ്ങൾ ചൈനയ്ക്ക് അവിടെ ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ടി പലവിധ സമ്മർദ്ദങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ സ്പെസിഫിക് ആയിട്ട് സൂചിപ്പിക്കുന്ന കാര്യം, സൈനികമായി ചൈനീസ് പട്ടാളമോ റഷ്യൻ പട്ടാളമോ ഇറാനെ പിന്തുണച്ചുകൊണ്ട് അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിനെതിരായിട്ട് രംഗത്ത് വരാനുള്ള സാധ്യത മൂലവും വിരളമാണ് എന്നാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറയാൻ കഴിയുക. ശരി, അപ്പോൾ ഇവിടെ ഒരു സമ്മർദ്ദം ഉണ്ടാക്കാൻ കഴിയുക അത് GCC രാജ്യങ്ങൾക്കാണ്. GCC രാജ്യങ്ങൾക്കല്ല. യഥാർത്ഥത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്നത് ചൈന റഷ്യ അച്ചുതണ്ട് ഒറ്റക്കെട്ടായി നിന്ന് വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. പക്ഷെ അതിനുള്ള സാധ്യത ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ്. അതേസമയം ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റിനെ അഭിമുഖീകരിക്കുകയാണ്. അവര് നിലനിൽപ്പിനുള്ള ഒരു സമരത്തിലേക്ക് കടന്നിരിക്കുന്നു. ആ രാജ്യങ്ങളുടെ സാമ്പത്തിക നില തകർന്നടി. ഇപ്പൊ ദുബായ് പോലുള്ള രാജ്യങ്ങളിൽ ഒരു തുള്ളി എണ്ണയില്ല. അവര് ഒരു ഇന്റർനാഷണൽ സിറ്റിയായി ലോകത്തിലെ ഏറ്റവും വലിയ വികസിത നഗരമായി ലോകത്തിന്റെ പരിച്ഛേദമായി നിലനിൽക്കുന്നത് ടൂറിസവും അതുപോലെ ഉയർന്ന സാംസ്കാരിക ജീവിതത്തിന്റെയും ഒക്കെ ബലത്തിലാണ്. അപ്പോൾ ഒരു സുരക്ഷിതത്വം എന്നുള്ളത് ആ രാജ്യങ്ങളുടെ ഈ നഗരങ്ങളുടെ സാമ്പത്തിക വികസനത്തിന് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അപ്പോൾ അത് ഇല്ലാതാകുന്നു. പശ്ചിമേഷ്യ അസ്ഥിരമാകുന്നു, പ്രത്യേകിച്ച് ഗൾഫ് റീജിയൻ. രണ്ടാമത്തെ കാര്യം, ഗൾഫ് റീജിയനിൽ നിന്ന് എണ്ണ ഹോർമുസ് കടലിടുക്ക് വഴി പുറത്തേക്ക് സുരക്ഷിതമായി കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ ഏതു നിമിഷവും ഇറാന്റെ ഗൺ ബോട്ടുകൾക്ക് ആക്രമിക്കാൻ സാധിക്കും. അതുപോലെ തുരങ്കം വഴി ഹോർമുസ് കടലിടുക്കിലേക്ക് കടക്കാനുള്ള സംവിധാനങ്ങൾ ഇറാൻ ഒരുക്കിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ സ്വതന്ത്രമായ സാമ്പത്തിക വികാസത്തെ സഹായിക്കുന്ന സാംസ്കാരിക ഘടകങ്ങളും അവരുടെ എണ്ണ വിനിമയ വിതരണ ശൃംഖലയും പ്രതിസന്ധി നേരിടുന്നു. ഇത് തീർച്ചയായും അതാണല്ലോ ഇറാന്റെ കയ്യിലെ തുറുപ്പുചീട്ട് എന്ന് പറയുന്നത്. ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് ഗതാഗതം അത് പൂർണ്ണമായി ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അവിടെ വഴി അമേരിക്കയുടെയും മറ്റ് ഷിപ്പിംഗ് കമ്പനികളുടെ കപ്പലുകൾ അതുവഴി പോകുമ്പോൾ അത് അറ്റാക്ക് ചെയ്യുക, അതുണ്ടാക്കുന്ന വല്ലാത്തൊരു പ്രതിസന്ധി അത് ആഗോള വിപണിയിൽ പ്രതിഫലിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ എന്തെങ്കിലും ഇക്കാര്യത്തിൽ ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു സ്ഥിതിവിശേഷം വരില്ലേ?
തീർച്ചയായിട്ടും അതെ. അങ്ങനെ വരുമ്പോൾ ഈ 6 ഗൾഫ് രാജ്യങ്ങൾ GCC രാജ്യങ്ങളും ഇറാന്റെ ആക്രമണത്തിന് വിധേയമായി. ഒരുപക്ഷെ ഒമാനെ ആക്രമിക്കില്ല എന്നാണ് കരുതിയത്, ഒമാനും ആക്രമിക്കപ്പെട്ടു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ രാജ്യങ്ങൾ ശക്തമായ സമ്മർദ്ദം അമേരിക്കയുടെ മേലെ ചെലുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ നയതന്ത്ര ടേബിളിലേക്ക് അവർക്ക് മടങ്ങി വരേണ്ടി വരും. കാരണം ഈ ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക രാഷ്ട്രീയ താല്പര്യങ്ങൾ പരിഗണിക്കാതെ അമേരിക്കയ്ക്കോ ഒരുപക്ഷെ ഇസ്രായേലിന് പോലുമോ ഒരു സമീപനം സ്വീകരിക്കുക സാധ്യമല്ല. അവരുടെ സാമ്പത്തിക ശക്തി അത്ര വലുതാണ്. അപ്പോൾ ഈ രാജ്യങ്ങൾ സാമ്പത്തികമായി തകർന്നടിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അസ്ഥിരമാകും. നമ്മള് 85 ലക്ഷത്തോളം മനുഷ്യരാണ് ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുന്നത്. 3 മില്യൺ 30 ലക്ഷം മലയാളികൾ മാത്രം ഈ മേഖലയിലുണ്ട്. അപ്പോൾ ആ മേഖല അസ്ഥിരമാകുന്നതോടുകൂടി നമുക്കൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാവും.